കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് കപ്പയുടെ തൊലി പൊളിച്ച് വളരെ വൃത്തിയായി കഴുകിയതിന് ശേഷം കൊത്തിയരിയാം. കൊത്തിയരിഞ്ഞ കപ്പ അടുപ്പിൽ വെച്ച് തിളച്ച് വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് വരുന്ന സമയം കൊണ്ട് അരമുറി തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള, അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇത്രയും മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. മിക്സിയിലിട്ട് അരയ്ക്കുന്ന സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വേണം ഒതുക്കിയെടുക്കാൻ. വെന്ത് വന്ന കപ്പയിലേക്ക് ഈ അരപ്പ് ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ചിലർ കടുക് താളിച്ചിടാറുണ്ട്. കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക്, ചെറുള്ളി, കറിവേപ്പില ഇതെല്ലാം താളിച്ചിടാറുണ്ട്.